ദുരന്ത മേഖലയിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ നൽകി ആദ്യ ദിനം മുതൽ തന്നെ തമിഴ്നാട് കേരളത്തിനോടൊപ്പം തന്നെയുണ്ട്. കോട്ടനാട് ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുമുള്ള മെഡിക്കൽ സംഘം കൈരളി ന്യൂസ് പ്രതിനിധി ജോഷ്ലയോട് സംസാരിക്കുകയുണ്ടായി. അവർ നമുക്ക് നൽകുന്ന ആ സേവനത്തെക്കുറിച്ചൊന്ന് കാണാം. തമിഴ്നാട് സർക്കാരിൻ്റെ മെഡിക്കൽ ടീമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മെഡിക്കൽ ടീം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ സജീവമായിരുന്നു. തമിഴ്നാട് ഐ എം ഡോക്ടർ രഞ്ജിത്ത്. எங்களுடைய சிஎம் மாண்புமிகு முதலமைச்சர் ஸ்டாலின் அவர்களுடைய ஆணைக்கிணங்க வயநாடு மண் சரிவில் பாதிக்கப்பட்ட மக்களுக்காக சிகிச்சை அளிக்கிறதுக்காக கூடலூர்லேருந்து அரசு மருத்துவர்கள் ஒரு 10 பேர் அடங்கிய குழு இங்கே இப்போ சேவை பண்ணிகிட்ருக்கோம். மக்களுக்கு தேவையான அத்தியாவசிய மருத்துவ வசதிகள் என்னென்ன இருக்கோ அது எல்லாமே எங்களால் முடிஞ்ச அளவுக்கு இங்கே கொடுத்துட்ருக்கோம். நேற்றுலேருந்து கிட்டத்தட்ட ஒரு 300க்கும் மேற்பட்ட மக்கள் அவங்களுடைய உடைமைகளை இழந்து இங்கே இருக்கிற மக்களுக்கு அத்தியாவசியமாகவும் அவசியமாகவும் தேவைப்படுற மருத்துவ உதவிகளை தமிழ்நாடு கவர்மெண்ட்டுடைய ஆணைப்படி இங்கே கொடுத்துட்ருக்கோம். எல்லாருக்கும் 245 மக்கள் இருக்கு. 245 மெம்பர்ஸ் ஆர் தேர். 81 மேல்ஸ் அண்ட் 67 ஃபீமேல்ஸ் ஆர் டோட்டலி. அண்ட் அண்டர் 5 சில்ட்ரன்ஸ் ஆர் 62 சில்ட்ரன்ஸ் ஆர் தேர் டோட்டலி. ஆல் ஃபெசிலிட்டிஸ் ஆர் அவைலபிள். நேரத்துக்கு நேரம் உணவும் கொடுத்துட்றாங்க. தேவைப்படுற மருத்துவ உதவிகளை நாங்கள் செஞ்சுறோம். மற்றதெல்லாம் இந்த கேரளா டீமில் இருக்கிறவங்க மொத்தமாக பார்த்துக்குறாங்க. അതായത് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. മാത്രമല്ല ഇവിടെ എത്തിയിരിക്കുന്ന ക്യാമ്പിൽ അത്യാവശ്യമുള്ള മരുന്നുകളും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുട്ടികളടക്കമുള്ള ആളുകൾ ക്യാമ്പിൽ ഉണ്ട്. മെഡിക്കൽ ടീം എല്ലാം കൊണ്ടും സജ്ജമാണ് എന്നുള്ളത് തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും നമ്മൾ ഇപ്പോൾ കാണുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലുമുള്ള ആളുകൾ ഇവിടേക്ക് അത്രയേറെ, അതായത് കേരളത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭാഷയോ മറ്റൊന്നും തന്നെ മാനദണ്ഡമാക്കാതെ കേരളത്തിലെ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഓടിയെത്തുന്ന തമിഴ്നാടിൻ്റെ മക്കളെ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേറെ മനുഷ്യത്വപരമായ ഒരു സമീപനം തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്നു. ഇവിടേക്ക് മെഡിക്കൽ ടീമിനെ അയക്കുന്നു. അതേസമയം തന്നെ ഈ ദുരന്ത സമയത്ത് തന്നെ മെഡിക്കൽ ടീം ഇവിടെ എത്തുന്നു, എല്ലാ സഹായങ്ങളും നൽകുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്.